ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് 1972 മോഡൽ ബുള്ളറ്റ്, ആർമി ഡിസ്പോസ് ചെയ്ത ബുള്ളറ്റ് നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രൂപത്തിൽ അറിയിക്കുക. നമ്മളപ്പോൾ 1972 മോഡൽ ആർമി ഡിസ്പോസൽ റോയൽ എൻഫീൽഡ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാം കീറി, അതുപോലെ തന്നെ ഭയങ്കര ഓയിൽ ലീക്കിങ്ങും സ്റ്റാർട്ടിങ് ട്രബിളും ഒക്കെയാണ് വണ്ടിക്ക്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം ഒടിഞ്ഞ്, ഇതിൻ്റെ ഒരു പാർട്ട് പോലും വർക്ക് ചെയ്യുന്ന ഒരു സാധനം പോലും ഇല്ല. മീൻസ് എല്ലാം കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കെമിക്കൽ റിയാക്ഷനും സംഭവങ്ങളും എല്ലാം വന്നു. കണ്ടില്ല, ഈ കണ്ടൻസറിൻ്റെ ആ യൂണിറ്റിൻ്റെ അവിടെ എല്ലാം ഓയിൽ ലീക്കിംഗ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ തുരുമ്പുണ്ട്. വണ്ടി യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് അല്ല, മീറ്റർ വർക്കിംഗ് അല്ല. സ്പീഡോമീറ്ററിൻ്റെ ഇതെല്ലാം ഒടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് എല്ലാം തുരുമ്പിച്ച് പഴയ മോഡൽ ഫ്രണ്ടിൽ വരുന്ന ടൈപ്പ് ഇൻഡിക്കേറ്ററാണ്. അപ്പം നമ്മൾ വണ്ടിയുടെ ഹെഡെല്ലാം അഴിച്ച് ലെയ്ത്തി കൊടുത്തു. അപ്പോൾ നമുക്ക് സിലിണ്ടർ കിറ്റ് നമുക്ക് മാറണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുതിയ സിലിണ്ടർ കിറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ വാങ്ങിച്ചു. അതുപോലെ തന്നെ കണ്ടൻസറ്, അതുപോലെ ഇഗ്നീഷൻ കോയില്, അതുപോലെ തന്നെ നമ്മൾ മീറ്റർ സ്പീഡോമീറ്ററൊക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ച് വർക്ക്ഷോപ്പിൽ അതിൻ്റെ വർക്ക് നടക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം പുതിയ മോഡൽ ടാങ്കിനെ നമ്മൾ പഴയ മോഡലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പം തിരുവല്ലയിലുള്ള ഒരു ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് സജീദ് പറഞ്ഞൊരു ചേട്ടനാണ് നമുക്കിത് ചെയ്തു തരുന്നത്. അപ്പം അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളിതുപോലെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തെടുത്തു. ഇത് മുളക്കഴയുള്ള ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലാണ് നമ്മളിത് ചെയ്തത്. അപ്പം ഈ ഒരു ടാങ്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്കൊരു 2000 റുപ്പീസോളം എൻ്റെ ചിലവായിട്ടുണ്ട്. പിന്നെ മറ്റേ പുതിയ മോഡൽ ടാങ്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു 850 രൂപ 900 രൂപയോളം അതിൻ്റെ വർക്ക്ഷോപ്പിലെ വർക്കിൻ്റെ റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇത് ഫൈനലായിട്ട് നമ്മളത് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് കൊണ്ടുപോയി ലൈനിങ് ഒക്കെ വരയ്ക്കണം. അപ്പം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം തിരുവല്ല സൈച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം വർക്ക്ഷോപ്പിലിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഫ്രെയിമേലാണെങ്കിൽ ബാക്കിലൊരു പട്ടിക നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. അതൊരു 9 ഇഞ്ചിൻ്റെ വലിപ്പമുള്ളതാണ്. അതുപോലെ തന്നെ 10ൻ്റെ 2 നെറ്റിടാൻ പറ്റുന്ന രീതിയിൽ അത് ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രെയിമേ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ 10ൻ്റെ നട്ട് ബോൾട്ടൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് ടാങ്ക് നമ്മുടെ വണ്ടിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ലുക്കാണ്. അതായത് കുറച്ച് വൈഡായിട്ടുള്ള ഒരു ടാങ്കാണ് ഈ പുതിയ മോഡൽ ടാങ്ക്. അപ്പം നമ്മൾ ലൈനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ലുക്കായിരിക്കും, വണ്ടി കാണാനും എല്ലാം സെറ്റപ്പായിരിക്കും. അപ്പോൾ നമ്മളിപ്പം കോന്നിയിൽ വന്നു. റോയൽ എൻഫീൽഡിൻ്റെ ലൈനിങ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, കേരളത്തിൽ കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പം ഈ അനിയെന്ന് പറഞ്ഞ ചേട്ടനാണ് കോന്നിയിൽ നമുക്ക് ഈ ലൈനിങ് ചെയ്തു തരുന്നത്. ചേട്ടൻ്റെ 13ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയ വർക്കാണ് ഈ ലൈനിങ്ങും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ ലൈനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജയൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ എംബ്ലവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പം വണ്ടി വേറെ ലുക്കായിരിക്കും. ഇപ്പം സാധാരണ പഴയ കാണുന്ന ബുള്ളറ്റിൻ്റെ ടാങ്കിന് വലിപ്പം കുറവാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല വൈഡായിട്ടുള്ള ടാങ്ക് ആയതുകൊണ്ട് എംബ്ലവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പം നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പം നല്ല വൃത്തിയായിട്ടാണ് എല്ലാ വർക്കും നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഇതിപ്പം ജയൻ ചേട്ടൻ വിനായക എന്ന് പറഞ്ഞ കുളനടയിലുള്ള വർക്ക്ഷോപ്പാണ് ജയൻ ചേട്ടൻ്റെ. അപ്പം പുള്ളിക്കാരനാണ് ഇതിൻ്റെ എൻജിൻ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് നമുക്ക് സെറ്റാക്കി